നമ്മൾ ചെയ്യാൻ പോകുന്നത് തിങ്സ് ടു ഡു ബിഫോർ സ്കൂൾ സ്റ്റാർട്ട്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ സമ്മർ വെക്കേഷനിൽ നമ്മൾ ഇറഗുലറായിട്ടാണ് സ്ലീപ്പ് റുട്ടീൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊന്ന് റെഗുലർ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. നേരത്തെ കിടന്നിട്ട് നേരത്തെ എണീക്കുക. അതുപോലെ പിന്നെ 8 മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം ഉറങ്ങിയിരിക്കണം, അതും ശ്രദ്ധിക്കുക. ഓക്കെ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു റുട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ പോലെ ഒരു റുട്ടീൻ ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട്, അത് ഞാൻ വെറുതെ ഒന്ന് എഴുതി കാണിക്കുന്നു എന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ മാറ്റങ്ങൾ വരുത്തി വേറെ മോഡലിൽ നിങ്ങളുടെ ടൈം അനുസരിച്ച്, നിങ്ങളുടെ സ്കൂൾ ടൈം അങ്ങനെയുള്ള ടൈം അനുസരിച്ച് മാറ്റി നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ്. ഇതെന്തായാലും ചെയ്തിരിക്കണം. ഇത് ചെയ്തിട്ട് നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത് വെക്കുക. ഡെസ്ക്കാണ് നിങ്ങൾ കൂടുതലും നേരം സ്പെൻഡ് ചെയ്യാൻ, ഡെസ്കിലാണ് കൂടുതൽ നേരം നിങ്ങൾ സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒട്ടിച്ച് വയ്ക്കുക. നമ്മളൊരു കാണുന്ന സ്ഥലത്ത് വേണം അത് ഒട്ടിച്ച് വയ്ക്കുക കേട്ടോ. തേർഡ് സ്റ്റെപ്പാണ് റൈറ്റ് ടു ഡു ലിസ്റ്റ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ മലയാളം പഠിക്കണം എന്നുണ്ടെങ്കിൽ മലയാളം സ്റ്റഡി അങ്ങനെ എഴുതി വയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ പഠിക്കേണ്ടത്, എന്തൊക്കെ ഹോംവർക്ക് ഉണ്ട്, അത് മറന്നു പോകാണ്ടിരിക്കാനാണ് ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഡെസ്ക് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഡെസ്ക് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എവിടെയാണോ പഠിക്കാതിരിക്കുന്നത് ആ ഒരു പ്ലേസ് എപ്പോഴും ഓർഗനൈസ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നാലേ നമുക്ക് പഠനത്തിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഡെസ്കൊക്കെ ഭയങ്കര അലങ്കോലമായിട്ടാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൂഡും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഡെസ്ക് ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണം. എൻ്റെ ചാനലിൽ തന്നെ ഞാൻ കുറേ മേക്ക് ഓവേഴ്സ് ഇട്ടിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കുറച്ച് ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അടുത്ത സ്റ്റെപ്പാണ് റിവ്യൂ യുവർ ലാസ്റ്റ് ഇയർ മെറ്റീരിയൽസ്. എന്ന് വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ വർഷം ഉപയോഗിച്ച മെറ്റീരിയൽസിന് എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഡാമേജ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വീണ്ടും റീയൂസ് ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഡാമേജസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പുതിയതായിട്ട് വാങ്ങാം. ഇത് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നന്നായിട്ട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഈ ഒരു സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പാണ് സെറ്റ് എ ന്യൂ ഗോൾസ് ആൻഡ് മേക്ക് ഇ പ്ലാൻ. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു അക്കാഡമിക് ഇയറിൽ എന്തൊക്കെ നിങ്ങൾക്ക് പഠിച്ച് തീർക്കണം, ഇപ്പം ഇന്ന മാസം കൊണ്ട് ഇത്ര ചാപ്റ്റേഴ്സ് തീർക്കണം, അല്ലെങ്കിൽ എവറി ഡേ ഞാൻ പഠിക്കും, എല്ലാ ദിവസവും ഞാൻ പഠിക്കും, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗോൾസ് നിങ്ങൾ മാർക്ക് ചെയ്ത് എവിടെയെങ്കിലും എഴുതിയോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ അതിന് വേണ്ടിയിട്ടൊരു പ്ലാനും ഉണ്ടാക്കണം. അപ്പോൾ ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇതിലൂടെ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മെത്തേഡാണ് പ്രിപ്പ് ഫോർ അപ്കമിങ് സബ്ജക്റ്റ്. എന്ന് വെച്ചാൽ നമുക്ക് പുതിയതായിട്ട് ഏതെങ്കിലും സബ്ജക്റ്റ് നമ്മൾ ഏത് ക്ലാസ്സിലോട്ടാണ് പോകുന്നത് ആ സമയത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സബ്ജക്റ്റിന് വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഇതുവരെ കണ്ടിട്ടും പഠിച്ചിട്ടും ഇല്ലാത്തൊരു സബ്ജക്റ്റാണല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ ടെസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. അതിനെ പറ്റിയൊരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു സ്റ്റഡി ടൈപ്പ്. ഞാൻ ഇതിൽ പറയുന്നതിൽ ലാസ്റ്റ് മെത്തേഡാണ് ഡെവലപ്പ് എ സ്റ്റഡി റുട്ടീൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പോകുവാണല്ലേ, അപ്പോൾ നമ്മൾ എന്തായാലും സ്റ്റഡി റുട്ടീൻ ഉണ്ടാക്കിയിരിക്കണം. ഒരു ദിവസം നമ്മൾ മിനിമം 2 മണിക്കൂറെങ്കിലും പഠിക്കാൻ മാത്രമായിട്ട് ഒരു 2 മണിക്കൂർ നിങ്ങൾ എന്തായാലും ഒരു ദിവസം മാറ്റി വെച്ചേക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ റുട്ടീനായിട്ട് 1 മണിക്കൂർ രാവിലെ, വൈകുന്നേരം 1 മണിക്കൂർ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും നല്ല യൂസ്ഫുൾ ആയിരിക്കും. സ്റ്റഡീസിന് മാത്രം 2 hours വേണം എടുക്കാൻ. ബാക്കിയുള്ള ആക്ടിവിറ്റീസിന് വേറെ ടൈമും കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.